ഒരുപക്ഷെ ചരിത്ര ഗവേഷണത്തിന് ഏറ്റവും സംഭാവനകൾ നൽകിയ ഒരു വലിയ പ്രതിഭ തന്നെയാണ് കേരളത്തിന് നഷ്ടമായത്. ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ദിലീപ്, ഒരുപക്ഷെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് എന്നും ഒരു റഫറൻസ് കലാശാല പോലെയായിരുന്നു എം ജി എസ് ഒരു കാര്യം പറയുന്നു എന്ന് വെച്ചാൽ അത് പലപ്പോഴും അവസാന വാക്കായി മാറുന്നതും നമ്മൾ ഈ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളിൽ കണ്ടു. SKN കേരളത്തെ സംബന്ധിച്ച് ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച പഴയകാല ചരിത്രത്തിൻ്റെ ഭൂതകാലത്തിൻ്റെയൊക്കെ ശേഷിപ്പുകൾ കണ്ടെത്തി അത് ജനങ്ങളോട് വളരെ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വിശദീകരിച്ച ഒരു ചരിത്രകാരനെയാണ് നഷ്ടപ്പെടുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ധൈഷണികമായ സംവാദങ്ങൾ, ചർച്ചകളൊക്കെ കേരളത്തിന് വളരെ പരിചിതമാണ്. അദ്ദേഹം ഈ ചരിത്രത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭ്യമാകാത്ത തെളിവുകളോ അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അജ്ഞാതമായ കാര്യങ്ങളോ അദ്ദേഹം പറയാൻ ശ്രമിച്ചിരുന്നില്ല. പകരം അദ്ദേഹം കണ്ടെത്തിയ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള തെളിവുകൾ, ചരിത്രങ്ങളൊക്കെ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വിഖ്യാത കൃതിയായ പെരുമാൾസ് ഓഫ് കേരള, അതിനുശേഷം അദ്ദേഹം പഴന്തമിഴ് കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനങ്ങൾ, ഇതൊക്കെ ആധികാരികമായ പഠനങ്ങൾ നടത്തുന്നതിന് അദ്ദേഹം മിക്കപ്പോഴും ആശ്രയിച്ചിരുന്നത് താമ്ര ലിഖിതങ്ങളെയൊക്കെയാണ്. അതിനുവേണ്ടി അദ്ദേഹം ആ ഭാഷ തന്നെ, വട്ടെഴുത്ത്, കോലെഴുത്ത്, പ്രാകൃതം, പാലി തുടങ്ങിയ ഭാഷകളൊക്കെ പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആരെങ്കിലും ഈ ചരിത്രം എന്ന് പറയുന്നത് മറ്റാരെങ്കിലും പറഞ്ഞ് അവരുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കേണ്ട ഒരു കാര്യമല്ല, അങ്ങനെ എഴുതേണ്ട കാര്യമല്ല. ഈ നിലയിലായിരിക്കണം അതായത് ലഭ്യമാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ചരിത്രത്തെ വിശദീകരിക്കേണ്ടത്, ചരിത്രത്തെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടത് എന്ന നിലപാടുകാരനായിരുന്നു MGS. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് ചരിത്ര രചനയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ചരിത്രകാരന്മാർക്ക് ചിലപ്പോഴൊക്കെ ചില രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും പല തർക്കങ്ങൾക്കും സംവാദങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുണ്ട്. പക്ഷേ MGSൻ്റെ രാഷ്ട്രീയം നമുക്ക് തിരയാൻ കഴിയുമായിരുന്നില്ല. കാരണം അദ്ദേഹം പല ഘട്ടങ്ങളിലും അദ്ദേഹം ഏതെങ്കിലും ഒരു പക്ഷത്താണെന്ന് തോന്നിപ്പിക്കുകയാണെങ്കിൽ ആ പക്ഷത്തെ ചോദ്യം ചെയ്തു തന്നെ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് ഏതായാലും കാരണം എത്രയോ കേരളത്തിൽ നിന്നുള്ള പല ചരിത്രകാരന്മാരുടെയും കേരളത്തിന് പുറത്തുള്ള ചരിത്രകാരന്മാരുടെയും ഒക്കെ ഗുരു തുല്യൻ കൂടിയാണ്, അല്ലെങ്കിൽ ഗുരുവാണ് MGS നാരായണൻ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടെ കേരളത്തെ സംബന്ധിച്ച് ഈ ചരിത്രം ഇനിയും എത്രയോ ചരിത്ര രചനകളിലേക്ക്, ചരിത്ര ഗവേഷണങ്ങളിലേക്കൊക്കെ പോകേണ്ട മഹാമനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. SKN.